പഴയ നിയമത്തിൽ എല്ലാവർക്കും വളരെയധികം ആവേശം കൊള്ളിക്കുന്ന ഒരു വ്യക്തിയാണ് ഏലീശ. ഏലിയാവ് എടുക്കപ്പെടുന്ന അന്ന് അവനൊരു വലിയ തീരുമാനമെടുത്തു. ഏലിയാവിൻ്റെ മേലുള്ള പുതപ്പ് ഞാൻ പിടിച്ചെടുക്കും. അത് അവനെടുത്ത ഒരു തീരുമാനമാണ്. ഏലിയാവിനെ ഏലീശ കൂടാതെ ഒത്തിരി ശിഷ്യന്മാരെ യെരിഹോവിലും ബേഥേലിലും യോർദാന്റെ അഴികിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഗിൽഗാലിലും ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ ശിഷ്യന്മാരുടെ കൂട്ടം ഏലിയാവിനുണ്ടായിരുന്നു. എന്നാൽ ഇവരാരും അങ്ങനെ ഒരു ചുവട് വെച്ചില്ല, ആ പുതപ്പ് ഞാൻ പിടിക്കുമെന്ന്. എന്നാൽ ആ പുതപ്പ് പിടിക്കാൻ അവൻ്റെ ഉള്ളിലൊരു ഭയങ്കര ദാഹമാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടില്ല. അങ്ങനെ വിലമുടക്കി ഏലിയാവ് പോയിടത്തെല്ലാം ഏലിയാവിനെ അനുഗമിച്ച ഏലീശയോട് ഏറ്റവും ഒടുവിൽ ചോദിച്ചു, നീ എന്താണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? അതിൻ്റെ അർത്ഥം, എൻ്റെ ബൈസ്കൂൾ നിനക്ക് വേണോ? ഞാൻ വാങ്ങിയ ലാൻഡുകൾ നിനക്ക് വേണോ? എന്താ നിനക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരണം. അതായത് എനിക്ക് പുതപ്പ് വേണം. ഏലിയാവ് പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കത് കിട്ടും. അങ്ങനെ ആ ചുഴലിക്കാറ്റിൽ ഏലിയാവ് അഗ്നിമയ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഏലീശ അത് കണ്ട് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായുള്ളവേ. അവൻ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഏലിയാവിൻ്റെ മേലുള്ള പുതപ്പ് അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അവൻ്റെ പുതപ്പ് അവൻ കളഞ്ഞേച്ച് ഏലിയാവിൻ്റെ പുതപ്പെടുത്തു. അവിടെ നിന്ന് അവൻ ആരംഭിച്ചു ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. ഏലിയാവ് നിർത്തിയ ഒരു ശുശ്രൂഷയുണ്ട്. യോർദാനെ അടിച്ച് രണ്ടായി പിരിഞ്ഞ് രണ്ടുപേരും യോർദാൻ കടന്ന ആ സ്ഥലത്താണ് അത് സംഭവിച്ചത്. വീണ്ടും ഏലിയാവിൻ്റെ പുതപ്പെടുത്തടിച്ചു. ഏലിയാവിൻ്റെ ദൈവയുടെ ആ യോർദാൻ ആ വെള്ള പുതപ്പ് കൊണ്ട് അടിച്ചപ്പോൾ വീണ്ടും രണ്ടായി. അങ്ങനെ ഏലിയാവ് നിർത്തിയിടത്ത് ഏലീശയെ ആരംഭിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായ വലിയ അഭിഷിക്തന്മാർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാൻ കഴിയുന്ന ഒരു വലിയ മിനിസ്ട്രിയുണ്ട്. അതിന് ആ പുതപ്പ് നമ്മുടെ മേൽ വീഴണം. ആ പുതപ്പ് നമ്മൾ പ്രാപിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രവാചകൻ ആഫ്രിക്കയിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, തോമാസ് ലീഗ മുതൽ ഈ ഇന്ത്യയിൽ ദൈവം ഉപയോഗിച്ച അനേക ദൈവദാസന്മാരുടെ പുതപ്പുകൾ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നത് പിടിക്കാൻ ആരുമില്ല. ആഫ്രിക്കയിൽ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങളതിനെ പിടിക്കുമായിരുന്നു. ഞങ്ങൾക്കത് പിടിക്കാൻ അറിയാം. വില മുടക്കി അതിനെ പ്രാപിച്ചെടുക്കാൻ അറിയാം. എന്നാൽ നിങ്ങളുടെ ഇന്ത്യയിൽ അങ്ങനെ ആരെയും കാണുന്നില്ല. ഈ സത്യം കേൾക്കുന്ന എല്ലാവരും പ്രാപിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവെ, തോമാസ് ലീഗ മുതലേ ദൈവം ഉപയോഗിച്ച സാധു സുന്ദർ സിംഗ്, ദിനകരൻ എന്ന് വേണ്ട ഇന്ത്യയെ ഇളക്കി മറിച്ച അനേക ദൈവദാസന്മാരുടെ പുതപ്പുകൾ, ആ പുതപ്പുകൾ പിടിക്കാൻ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അത് വരും. അത് വിശ്വസിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ ബീന ഒരു സ്വപ്നം കണ്ടു. വളരെ വ്യക്തമായ സ്വപ്നമാണ്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാര്യ മറിയാമ്മ തമ്പി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞു. ആ വിലപ്പെട്ട ദൈവദാസി സ്വപ്നത്തിൽ ബീനയെ മറിയാമ്മ തമ്പിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ബെഡിൽ മറിയാമ്മ തമ്പി കിടക്കുന്ന ബെഡ് കാണിച്ചിട്ട്, മോളെ, നീ ഇതിനകത്തോട്ട് കയറി കിടക്കാൻ പറയുക. അതിൻ്റെ അർത്ഥം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അതായത് മറിയാമ്മ തമ്പിയുടെ ആ പദവികൾ അത് പ്രാപിക്കാൻ ദൈവം ഇടപെടുന്ന ഒരു ആലോചനയാണ്. പിന്നെ ബീന എഴുന്നേറ്റിട്ട് ആ മറിയാമ്മ തമ്പി താമസിച്ചിരുന്ന ആ ചിങ്ങവനത്തെ ആ ബെദേസ്ത നഗറിലെ ചെടികൾ നനക്കുന്നു. അതിൻ്റെ അർത്ഥം അതിനെ വീണ്ടും ജീവനുള്ളതാക്കി മാറ്റുന്നു.
വളരെ വ്യക്തമായ ഒരു ദർശനം. അതായത് പ്രാപിക്കാൻ പറയുകയാണ്. കർത്താവ് പറയുകയാണ്, അത് മറിയാമ്മ തമ്പിയൊന്നുമല്ല, കർത്താവ് പറയുകയാണ്, ആ മറിയാമ്മ ആരംഭിച്ചു വെച്ചത് നീ അടുത്ത ലെവൽ നീ ആയിരിക്കണം, അത് നീ പ്രാപിക്ക. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഇതെല്ലാം കേൾക്കുന്നവർ ഈ സത്യങ്ങളെ തിരിച്ചറിയണം. നിങ്ങൾക്കറിയാവുന്ന ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാർ, നിങ്ങളുടെ പരിചയത്തിലുള്ളവർ, അവരിട്ടേച്ചു പോയ പുതപ്പിനെ നിങ്ങൾ പിടിക്കണം. കർത്താവെ, എന്നെ ആ അടുത്ത ലെവലിൽ ഉപയോഗിക്കണേ. ബി.എ. തമ്പിച്ചായൻ പോലെയുള്ള ദൈവദാസന്മാർ, അവരുടെ പുതപ്പുകൾ പിടിക്കാൻ പലരും മെനക്കെടുന്നില്ല. അതിനെ പ്രാപിക്കാൻ പഠിക്കുക. കർത്താവെ, എനിക്ക് ആ പുതപ്പ് വേണം, എന്നെ അടുത്ത ലെവലിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അത് തരട്ടെ. യേശുവിനെ നമുക്ക് പാടി ആരാധിക്കാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലേക്ക് വരാം. അനന്തര യേശു തിബരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളാൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്,
ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിക്കാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം മാത്രം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്നുത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പം 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. യേശു, ആളുകളെ ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടപ്പെടാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു 12 കുട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളങ്ങളെ ആളുകൾ കണ്ടിട്ട്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. അവൻ ചെയ്ത അടയാളങ്ങൾ ആളുകൾ കണ്ടിട്ട്, യേശു ചെയ്ത അടയാളങ്ങൾ, യേശു ചെയ്ത അത്ഭുതങ്ങൾ രഹസ്യമായിരുന്നില്ല, പരസ്യമായിരുന്നു. ഈ അടയാളങ്ങളെല്ലാം യേശു ചെയ്തപ്പോൾ അതിനു മുമ്പ് യേശു ശിഷ്യന്മാരെ, അവരുടെ വിശ്വാസത്തെ പരീക്ഷിച്ചു. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. എവിടെ നിന്ന്? ഇത്രയും പേർക്ക് കൊടുക്കാൻ കയ്യിലില്ല, ഇത് എവിടെ നിന്ന് നടക്കും? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സാഹചര്യങ്ങൾ, ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും എന്നാണ് യേശു ഈ ഭാഗത്ത് നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അടുക്കലേക്ക് വരുന്ന ജനങ്ങളെ ഫീഡ് ചെയ്യുവാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, അവർക്ക് സൗഖ്യം കൊടുക്കുവാൻ, അവർക്ക് വിടുതൽ കൊടുക്കുവാൻ നമുക്ക് കഴിയുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അതായത് അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട്, രോഗികളിൽ അവൻ അടയാളം ചെയ്തു, വിശക്കുന്നവരിൽ അവൻ അടയാളം ചെയ്തു. അതായത് യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും എന്താണ് ആവശ്യം അത് മുഴുവൻ യേശു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചവൻ യേശു ക്രിസ്തു ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതിൻ്റെ അർത്ഥം, കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെയാണ് ഇത് മുഴുവനും കർത്താവ് ചെയ്യുന്നത്. ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, എവിടെ നിന്ന് അപ്പം വാങ്ങും? പിന്നെ പറയുന്നു, നിങ്ങൾ പുരുഷാരത്തെ ഇരുത്തുവിൻ. യേശു അതിനെ വാഴ്ത്തി നുറുക്കി 5 അപ്പം 2 മീനെ സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ തന്നെയാണ് അത് കൊടുത്തത്. ശേഷിച്ച 12 കൊട്ട നിറച്ചെടുത്ത് അതും ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക, യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. ഗലീല കടലിൻ്റെ സൈഡിൽ പാർക്കുന്ന വെറും സാധാരണക്കാരായ ഈ മനുഷ്യർ ലോക ചരിത്രത്തിൽ ഇന്നുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ കണ്ട് അതിശയിക്കുകയാണ്. അവർ മുഖാന്തരം ജനങ്ങൾ തിന്ന് തൃപ്തരാവുകയാണ്. യേശു അതിലൂടെ പഠിപ്പിക്കുന്നത്, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന സകലർക്കും വേണ്ടത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മുടെ അടുക്കൽ വരുന്ന ഒരാളും ലഭിക്കാതെ പോകില്ല. സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയും. സമൃദ്ധി വേണ്ടവർക്ക് ഭക്ഷണ സമൃദ്ധി, ആരോഗ്യ സമൃദ്ധി, ഇതെല്ലാം യേശു കൊടുക്കുകയാണ്. യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തികൾക്കും
ജീവിതം മാറ്റിമറിക്കുവാൻ വേണ്ടത് നിങ്ങളുടെ പക്കലുണ്ട്. അത് നിങ്ങളുടെ പക്കൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ജനങ്ങൾ വരുന്നത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ 21 ബർയോന ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. അവരെ മേയ്ക്കുവാൻ കഴിയും, അവരെ പാലിക്കാൻ കഴിയും. എൻ്റെ ആടുകളെ. ബർയോന ശിമോനെ, നീ ഇറങ്ങി തിരിച്ചപ്പോൾ വെറും ശിമോനായിരുന്നു, ഇപ്പോൾ നീ പത്രോസായി മാറുകയാണ്. ഞാൻ നിന്നോട് ഇറങ്ങിയ കാലത്ത് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. മനുഷ്യനെ പിടിക്കണമെങ്കിൽ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ നന്മ ചെയ്യാൻ നിനക്ക് കഴിയണം. മനുഷ്യന് വേണ്ടത് കൊടുക്കാൻ നിനക്ക് കഴിയണം. മനുഷ്യന് വേണ്ട ജീവിതം, മനുഷ്യന് വേണ്ട വിശ്വാസം, മനുഷ്യന് വേണ്ട കൃപകൾ എല്ലാം പകർന്നു കൊടുക്കാൻ ഞാൻ നിന്നെ അതുപോലെ ആക്കിയെടുക്കും. എന്നെ അനുഗമിപ്പിൻ എന്ന് യേശു പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് പോലും ഓർത്തിരുന്നില്ല ഞാൻ ഇത്രയും നല്ല നിലയിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം കടന്നു വരുമെന്ന് പത്രോസ് ഒരിക്കലും ചിന്തിച്ചില്ല. എന്നാൽ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്മാറ്റത്തിൽ പോയ ആളാണെന്ന് ഓർക്കണം, മീൻ പിടിക്കാൻ പോയ ആളാണെന്ന് ഓർക്കണം. അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം വന്ന് യേശുവിനെ അംഗീകരിക്കാതെ, യേശുവിൻ്റെ ഉയർപ്പിനെ അംഗീകരിക്കാതെ പോയവനാണെന്ന് ഓർക്കണം. എന്നാൽ അതേ പത്രോസിൻ്റെ അടുക്കൽ ഒക്കെ യേശു വന്നിട്ട് ചോദിക്കുന്നു, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ കുഞ്ഞാടുകളെ ഞാൻ നിന്റെ കയ്യിൽ തരാൻ പോവുകയാണ്. നിന്റെ കയ്യിലേക്ക് ഞാൻ തരുന്ന എൻ്റെ കുഞ്ഞാടുകൾ, ആ കുഞ്ഞാടുകൾക്ക് കൊടുക്കാനുള്ളതെല്ലാം നിന്റെ പക്കലുണ്ട് എന്ന് നീ വിശ്വസിക്കുക. അതിനു മുമ്പ് 3.5 വർഷം യേശു അവരെ, മറ്റുള്ളവരെ ഫീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പോകുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നു, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. ഞാൻ നിങ്ങൾക്ക് തന്നത് ഇതെല്ലാം കൊടുപ്പിൻ. പിന്നത്തേതിൽ പത്രോസിന് മനസ്സിലായി, പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി അത് എൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിൽ പിറവയിലെ മുടന്തനായ ഒരു മനുഷ്യൻ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിൽ ഇരുന്നിരുന്നു. അവൻ ഭിക്ഷ യാചിക്കുകയായിരുന്നു. പത്രോസ് യോഹന്നാനോടുകൂടി അവനെ ഉറ്റുനോക്കി, എന്നിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൻ്റെ കാലിൻ്റെ നരിയാണി ഉറച്ച് 40 വർഷമായിട്ട് നടക്കാത്തവൻ ചാടി എഴുന്നേൽക്കുന്നു. ഇപ്പോൾ പത്രോസിനെ അറിയാം, ഇതെല്ലാം എന്നിലുണ്ട്. യേശുവിനെ പഠിപ്പിച്ചത് അതാണ്, എല്ലാം എൻ്റെ മേലുണ്ട് എന്ന് യേശു പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും എല്ലാം എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞ് ശുശ്രൂഷ ആരംഭിച്ച കർത്താവ് പോകുന്നിടത്തെല്ലാം അത് റിലീസ് ചെയ്യുന്നത് ഇവർ കണ്ടുപഠിച്ചു. എന്നിട്ട് കർത്താവ് ഈ പത്രോസിനോട് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിനക്കും കൂടെയുള്ളവർക്ക് ചെയ്യാൻ കഴിയും. ഞാൻ 5000 പേർക്ക് പോഷണം കൊടുത്തെങ്കിൽ, സമൃദ്ധി കൊടുത്തെങ്കിൽ, നിങ്ങൾക്ക് 50,000 പേർക്ക് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പുരുഷാരം 5000-ത്തിലധികമായി, പുരുഷന്മാര് തന്നെ 5000-ത്തിലധികം. ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് ഡെയിലി കൊടുക്കുകയാണ് 5000-ത്തിലധികം പേർക്ക്. എവിടെ നിന്നാണ്?
പണമില്ലാത്ത, കഴിവില്ലാത്ത സാധുക്കളായ ഇവർ ഇത്രയും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എവിടെ നിന്നാണ്? യേശു ചെയ്തതിനേക്കാൾ വലിയത് ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ലീഡറായി പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ മാറിയതിൻ്റെ കാരണം യേശു അവരെ കൂടെ കൊണ്ടു നടന്ന് അവരെ പഠിപ്പിച്ച ഒരു സത്യം, നിങ്ങളിൽ ഇതുണ്ട്. നിങ്ങളുടെ അടുക്കൽ വരുന്ന ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ദൈവ വേലയിൽ എഴുന്നേൽക്കുന്നവർ അറിയേണ്ട ഒരു സത്യം, നിങ്ങളുടെ അടുക്കൽ വരുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള നിങ്ങളുടെ വായിൽ, നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. അല്ലാതെ ഒരാളെയും നിങ്ങളുടെ അടുക്കൽ അയക്കില്ല. നിങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് നിങ്ങൾ പേടിച്ചോടരുത്. നിങ്ങളോട് ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പ്രാർത്ഥനയുടെ മറുപടി കൊടുക്കാനുള്ളത് നിങ്ങളുടെ പക്കലുണ്ട്. ഒരാൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള മറുപടി നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ വരുന്നെങ്കിൽ കർത്താവ് കൊണ്ടുവരുന്ന കുഞ്ഞാടുകളാണ്. എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യേശു പറഞ്ഞു, പാലിക്കണമെങ്കിൽ അവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ആരുടെ അടുക്കൽ വരുന്ന ആ വ്യക്തിയുടെ അടുക്കലുണ്ട്. സൗഖ്യമാക്കാനുള്ളത്, വിടുതൽ കൊടുക്കാനുള്ളത് എല്ലാം നമ്മുടെ പക്കലുണ്ട്. ഇതൊരു വ്യക്തിയുടെ മേലുണ്ടെന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് വേണ്ട വ്യക്തികളും ആ വ്യക്തിയുടെ അടുക്കലേക്ക് വരും. യേശു എവിടെ പോയാലും, നിർജ്ജന സ്ഥലത്ത് പോയാലും അവിടെ എല്ലാം ജനങ്ങൾ വരികയാണ്. അതാണ് നമ്മൾ വായിച്ചത്. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിലെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് വലിയൊരു പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. വലിയ പുരുഷാരം പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് മുഴുവനും കൊടുക്കാനുള്ളത് അവിടെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇല്ല എന്നൊരു വാക്ക് യേശു എങ്ങും പറഞ്ഞതായി കാണുന്നില്ല. യേശു എല്ലാവരും പറഞ്ഞു, പുരുഷാരത്തെ ഇരുത്തുവിൻ, നിങ്ങളവർക്ക് കൊടുപ്പിൻ, നമ്മുടെ പക്കലുണ്ട്. ഇല്ല എന്നൊരു വാക്കിനെ ഇനി നമ്മൾ അംഗീകരിക്കരുത്. നമ്മുടെ മേൽ അതുണ്ട്, എൻ്റെ മേൽ അതുണ്ട്. എന്നെ നോക്ക്, എനിക്കുള്ളത് നിനക്ക് തരും. നസ്രേന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക, നടക്കുക. നമ്മുടെ മേൽ അതുണ്ട്. എത്രയോ ആയിരങ്ങൾക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അത് വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ അടുക്കൽ വരുന്ന ജനങ്ങളെ ശുശ്രൂഷിക്കാനുള്ള കൃപ, സൗഖ്യം, സാമ്പത്തിക സമൃദ്ധി അവരുടെ മേലുണ്ടെന്നുള്ള ഈ വെളിപ്പാടിൽ നിറയട്ടെ. യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ചത് 12 കൊട്ട നിറച്ചതുപോലെ ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളെ അടുക്കൽ വരുന്നവർ സംതൃപ്തരാകട്ടെ, സൗഖ്യമാകട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ. ഇത് കേൾക്കുന്ന ഓരോ ദൈവവേലക്കാരും അവരുടെ മേലുള്ള ആ വലിയ അഭിവൃദ്ധിയെ അവർ തിരിച്ചറിയട്ടെ. അനുഗ്രഹിക്കുന്നു. സൗഖ്യമാക്കാൻ, അനേകർക്ക് ധാരാളം കൊടുക്കുവാൻ ഈ മക്കളുടെ മേലുള്ള അധികാരത്തെ അവർ ഉപയോഗിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ വലിയ കരം കാണും. ഓരോ കുടുംബങ്ങളും വിശ്വാസത്താൽ നിറഞ്ഞ് ജീവിക്കുക. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.